കിള്ളിക്കൊല്ലോട് ദേവീപുരാണ പാരായണ സമിതി മന്ദിരത്തിൽ സ്വാമി പരമേശ്വരാനന്ദ സരസ്വതിയുടെ 105-ാം ജന്മദിനാഘോഷം നടന്നു. കുമ്മനം രാജശേഖരൻ മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ സ്വാമിജിയുടെ ഛായാചിത്രം അനാവരണം ചെയ്തു. രാമൻ പിള്ള, വിജയകൃഷ്ണൻ, മാവരത്തല കൃഷ്ണൻ നായർ, പ്രവീൺ ചന്ദ്രൻ എന്നിവരുൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ആണ്ടിലാണ് ഞങ്ങളുടെ ഈ പുരാണ പാരായണ സമിതി എന്ന ഒരു ആശയം വരുന്നത്. ആദ്യം ഞങ്ങളൊരു 10 പേര് രാമായണം വായിക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞ് ഒരു 10-15 സ്ത്രീകൾ പഠിച്ചു. അപ്പൊ 10-30 പേര് രാമായണം വായിക്കാൻ പഠിച്ചപ്പോ തന്നെ ഞങ്ങൾക്ക് അതിനൊരു ചിട്ട വേണം, ഞങ്ങൾക്കൊരു എല്ലാ പ്രവർത്തനത്തിന് ഒരു രീതി വേണം എന്ന് ഞങ്ങളെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. അങ്ങനെ അതാണ് കൊല്ലോട് തമ്പുരാൻ താഴെ ക്ഷേത്രമാണ്, ഇവിടെ ദേവീ ക്ഷേത്രമാണ്. അപ്പൊ ഞങ്ങൾ തമ്പുരാൻ ക്ഷേത്രത്തിന്റെ നടയിലിരുന്നാണ് ഈ ചിന്ത വന്നത്. അതുകൊണ്ടാണ് ഞങ്ങള് കൊല്ലോട് ശ്രീ തമ്പുരാൻ ദേവി പുരാണ പാരായണ സമിതി എന്ന് ഞങ്ങള് ഈ ഒരു സംഘടന രൂപീകരിക്കുകയും 2004 രജിസ്ട്രേഷൻ എടുക്കുകയും തുടർന്ന് ഞങ്ങളെ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ മാത്രം, എല്ലാ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമുണ്ട്. ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ അല്ല, ഇവിടെ നിന്ന് ഞങ്ങൾ പൂർണ്ണമായും ആത്മീയ കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞങ്ങള് ലക്ഷാർച്ചന, അഖണ്ഡനാമജപം, പുരാണ പാരായണം ഇങ്ങനെയുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ ആവശ്യപ്രകാരം ഞങ്ങൾ പോയി നടത്താറുണ്ട്. അവിടെ നിന്നൊക്കെ സ്വരൂപിച്ച് ഈ കിട്ടുന്ന ദക്ഷിണ ആണ് ഞങ്ങൾ സ്വരൂപിച്ച് ഈ കാണുന്ന ഈ 3 സെന്റ് സ്ഥലം ഞങ്ങൾ വിലയ്ക്ക് വാങ്ങുകയും ഈ കെട്ടിടം പണിയുന്നതും ഇവിടെ നിന്നെല്ലാം കിട്ടിയ ദക്ഷിണ സ്വരൂപിച്ചാണ്. നിങ്ങൾ എല്ലാവരും സമർപ്പണമായ കാര്യങ്ങൾ ചെയ്യുകയും കിട്ടുന്ന ദക്ഷിണ ഈ കാര്യത്തിന് വേണ്ടി ചെലവാക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങള് ആണ് ഈ പ്രവർത്തനം. കഴിഞ്ഞ 10-ാം തീയതി ഗുരുപൂർണിമ ആഘോഷം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആചാര്യൻ ശ്രീ കമലാലയം രാജേന്ദ്രൻ നായർ അവர்களാണ്. അന്ന് 100ഓളം ആൾക്കാർ പങ്കെടുത്തിരുന്നു. ഇന്നിപ്പോ ഞങ്ങളുടെ തന്നെ ഗുരുനാഥനായ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന സാധുശീലൻ പരമേശ്വരപിള്ള എന്ന പൂർവാശ്രമ നാമത്തിൽ അദ്ദേഹം ഇപ്പൊ പരമേശ്വരാനന്ദ സ്വാമിജിയെ കന്യാകുമാരിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല കൂടുതൽ. കേരളത്തിലെ 3 ആശ്രമങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ഒട്ടനവധി പുസ്തകങ്ങൾ അദ്ദേഹം ഹൈന്ദവ സംസ്കാരം, സനാതന സംസ്കാരത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പൊ പക്ഷേ എന്നാൽ ഇത്രയൊക്കെ ആണെങ്കിൽ പോലും ഇന്നാട്ടിലെ ആൾക്കാർക്ക് ഇന്നാട്ടിലെ ഒരാളാണ് ഈ കാണുന്നത്. അത് നമ്മുടെ BJPയുടെ രാമൻപിള്ള സാറിന്റെ നേരെ ചേട്ടനാണ്. അതുപോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും ഇത്തരം ഒരു പരിപാടിയിലൂടെ ഞങ്ങൾക്ക് കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്.